ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ പിന്നെ നാടൻ ഭക്ഷണമായിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഉമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഫുള്ള് നാടൻ തന്നെയാണ് അധികം ഉണ്ടാക്കൽ. അപ്പോൾ ഇന്ന് ഗസ്റ്റും ഉണ്ട്. എൻ്റെ പെങ്ങളെ 2 മക്കളുണ്ട്. നവാസും നിഹാലും ഒക്കെ ഉണ്ട്. അവർ നാട്ടിൽ നിന്ന് എത്തിയതാണ് കേട്ടോ. നവാസ് വെക്കേഷന് പോയതായിരുന്നു. നിഹാൽ ഫസ്റ്റ് ടൈം വരികയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ വേഗം ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസുള്ള ഉള്ളിയും അതേപോലെ തന്നെ ഒരു 3, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ അധികം ഉള്ളിയൊന്നും ആവശ്യമില്ല. അപ്പോൾ അത് അതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. കൂടുതലൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ബീഫിന് കുറച്ച് നെയ്യും പാടയൊക്കെ ഉള്ള ഒരു ടൈപ്പിലുള്ള ബീഫാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നല്ലോണം നെയ്യ് ഇറങ്ങി വരും. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കട്ടെ. ഒരുപാട് വാട്ടൊന്നും വേണ്ട. നമ്മളിത് കുക്കറിൽ വേവിക്കണമായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. അപ്പോൾ ദാ ഈ ഒരു രീതിയിലായാൽ മതി. ഇങ്ങനെ ആയിന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അധികം വലുതല്ല, ചെറിയ ടൈപ്പിലുള്ള 2 എണ്ണം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പച്ചമണക്കൊന്ന് മാറിയാൽ മതി. ചെറുതായിട്ടൊന്ന് വാടാൻ തുടങ്ങിയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി വാടിയാലും അല്ലെ തക്കാളി വാട്ടിയാലും ഒന്നും കുറച്ച് കുറഞ്ഞു പോയാലും പ്രശ്നമില്ല. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇടുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് വാടി വരണം. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. ഒരു 4 ടീസ്പൂണാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ടീസ്പൂൺ അളവാണ് പറയണത്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അത് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഏറ്റവും കുറവാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 3, 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതൊരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ ഗരം മസാലേൻ്റെ പൊടി 1 ടീസ്പൂൺ. ഇത്രയാണ് പൊടികൾ ഇതിൽ ചേർത്തത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. എരിവ് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാം കേട്ടോ. ബാക്കിയെല്ലാം സെയിം അളവ് എടുത്താൽ മതി. 1 കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത്. ഇനി ആ പൊടികളൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നല്ലൊരു പച്ചമുളകൊക്കെ ഒന്ന് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തോട്ടെ. എല്ലോട് കൂടിയുള്ള ബീഫാണ്. പിന്നെ അതിൽ കുറച്ച് നെയ്യും പാടയും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേവിക്കുന്ന സമയത്ത് നല്ല എണ്ണ ഉള്ള പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ എടുത്തത്. ഇനിയിപ്പോൾ ഈ ബീഫും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നന്നായിട്ട് ആ ഒരു ബീഫൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഈ ഒരു ഗ്രേവി ആയിട്ടൊന്ന് പൊതിഞ്ഞ് വന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആകണ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഒന്ന് ഈ ഒരു ഇറച്ചിയൊക്കെ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഞാൻ ഇതാ 2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 1 1/2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം അളവാണ് 2 കപ്പ് പറയുന്നത്. നിങ്ങൾ ഒഴിച്ച് നോക്കുക കേട്ടോ. കുക്കറിൽ ആ ഒരു ഇറച്ചിൻ്റെ അതേ ലെവൽ വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് പിന്നെ കറി ആയതുകൊണ്ട് നമുക്ക് കുറുകിയിട്ടുള്ള കറിയല്ല, കുറച്ച് ലൂസായിട്ടുള്ളൊരു കറിയാണ്. അതുകൊണ്ട് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതും കൂടെ കണക്കാക്കണം. അപ്പോൾ ആ ഒരു അതേ ലെവലിൽ വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഞാനൊരു അരമണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വിസിലാണെങ്കിൽ ഒരു 4 വിസിൽ മതിയാവും. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്ന സമയം കൊണ്ട് ലിയാന ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ചപ്പാത്തിക്കുള്ള. അപ്പോൾ ഗോതമ്പ് പൊടി, ഉപ്പ്, വെള്ളം, വേറെ ഒന്നുമില്ല കേട്ടോ. ഡയറക്റ്റ് മെഷീനിൽ കുഴച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി പോകും. ഞാനൊന്ന് ഫാസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിൻ്റെയൊക്കെ റെസിപ്സ് ഒരുപാട് വീഡിയോസിൽ ഉൾപ്പെടുത്തിയോണ്ടാണ് ഞാനിതൊന്ന് ഫാസ്റ്റ് ആക്കിയത്. അപ്പോൾ ഇതാ വലിയ ഉരുളായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അറിയണതാണ് ഞാനിപ്പോൾ എന്താണ് ഇത് ചെയ്യാൻ പോകണമെന്നോ ഏത് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ സ്ഥിരം വ്യൂവേഴ്സിന് അറിയുന്നതായിരിക്കും. അപ്പോൾ അത് വലിയ ഉരുള എടുത്തിട്ട് ഞാനിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് വലുതാക്കി ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. വലുതാക്കി പരത്തിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ വെളിച്ചെണ്ണ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ എല്ലായിടത്തും ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. ചെറുതായിട്ടൊന്ന് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒന്നെന്ന് പറയുന്നത് 4 എണ്ണമാണ്. 4ആയിട്ട് മുറിച്ചിട്ട് 4 ചപ്പാത്തി ഉണ്ടാക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തതാണ് ഇത് മൊത്തം കേട്ടോ. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്നും എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് ഇതിനെ ഒന്ന് 4ആക്കിയിട്ട് മുറിച്ചതിന് ശേഷം നന്നായിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇതന്നെ നമുക്ക് 8 എണ്ണമൊക്കെ ആക്കിയിട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് 8 എണ്ണം ആക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഈ ഒരു 4 ആക്കി മുറിക്കൽ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കൽ. അപ്പോൾ കുറേ ഗസ്റ്റൊക്കെ ഉള്ള സമയത്തൊക്കെ ഉണ്ടാക്കണമെങ്കിൽ 8ആയിട്ട് മുറിച്ചിട്ടും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഓരോന്നും നമുക്ക് ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നന്നായിട്ട് നല്ല തിന്നായിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല കട്ടി കുറച്ച് പരത്തിയിട്ടുണ്ട്. ചൂടായ തവയിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കുക.
എന്നിട്ടത് ആദ്യത്തെ മറിച്ചിട്ടിൽ വേഗം കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ടത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കട്ടോ, എന്തായാലും കുഴപ്പമില്ല. എന്നിട്ടിതാ വേഗം വേഗം ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റും കൂടി ഉണ്ട്, ഒരു രണ്ടാളും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അപ്പുറവും ഒരു തവ വെച്ചിട്ടുണ്ട്, രണ്ടെണ്ണത്തിലായിട്ട് വേഗം വേഗം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് പ്രസ് ചെയ്ത്, പൊള്ളിയാലും പെട്ടെന്ന് എടുക്കരുത്, നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് വേവിച്ചെടുക്കുക. എല്ലാ കോർണറും ഒക്കെ ഒന്ന് വെന്ത് എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇനി ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മേലെ കണ്ടില്ലേ നമ്മൾ ആ ഒരു എണ്ണയൊക്കെ നിന്ന് തെളിഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബീഫിൻ്റെ ഫാറ്റ് തന്നെയാണിത്. ബീഫ് നന്നായിട്ട് വേവണം, അത് കണ്ടാൽ മനസ്സിലാവും. എല്ലിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു ഇറച്ചിയൊക്കെ വിട്ട് വന്ന് കണ്ടില്ല, അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയാണ് ചേർക്കേണ്ടത്. അപ്പോൾ തേങ്ങയ്ക്ക് പകരം ഞാൻ തേങ്ങ എടുക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ തേങ്ങാപ്പൊടി ഒന്ന് മിക്സിയിൽ കലക്കിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഒന്നുകിൽ തേങ്ങ അരച്ച് ചേർക്കുക, അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കട്ടിയുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം തേങ്ങാപ്പാലാണ്, നന്നായിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. എന്നിട്ട് അത് ഒഴിച്ചൊന്ന് തിളപ്പിക്കണം. ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കാരണം കുറച്ച് ഗ്രേവി കൂടുതൽ വേണം. അപ്പോൾ അത് നന്നായിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചാൽ മതി. നന്നായിട്ട് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യുകയും ചെയ്യാം, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നാടൻ ബീഫ് കറിയാണ് ഇട്ടത്. ഇത് ഉമ്മൻ്റെ റെസിപ്പിയാണ്, ഉമ്മ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്. ഒരുപാട് ഉള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റിയാണ്. ഇനിയിപ്പോൾ അത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് നമുക്ക് പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൂരിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ ടേസ്റ്റാണ്. നെയ്ച്ചോറും നല്ല ടേസ്റ്റാണ് കേട്ടത്. അതുപോലെ തന്നെ എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. ഇതൊരു നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറി. ഇപ്പോൾ അതാ ബീഫ് കറി ഞാനിവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്. നല്ല സ്മെല്ലുമാണ് കേട്ടോ. നല്ല ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് എടുക്കുന്നതുകൊണ്ട് നല്ലൊരു സ്മെല്ലുമാണ്. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി എടുത്ത് വെക്കുന്നുണ്ട്. ചപ്പാത്തിയും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. ചപ്പാത്തി എടുത്ത് നമ്മളൊരു പ്ലേറ്റിൽ കുറച്ച് കറി വെച്ചാൽ അപ്പം തന്നെ ആ ഒരു ചപ്പാത്തിയൊക്കെ നല്ല സോക്കായിട്ട് പോകും കേട്ടോ. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ്. ഇപ്പോൾ തന്നെ എല്ലാം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതാണ് പെങ്ങന്മാരെ മക്കൾ കേട്ടോ. പെങ്ങന്മാരല്ല, ഒരു പെങ്ങളെ മക്കളാണ് നവാസും നിഹാലും. നവാസിനെ പിന്നെ പഴയ ഞാൻ എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിഹാലാണ് പുതിയ ആൾ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളെ വിലയേറിയ കമൻസാണ് എൻ്റെ ഒരു പ്രചോദനം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.